ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, കീം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഫാർമസി ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാർമസിക്കാരെ ഞങ്ങൾ വിട്ട് കളിക്കാൻ ഉദ്ദേശമില്ല. ഫാർമസിക്കാരുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നാണ് തുടങ്ങുന്നത് എന്ന് ഡെയിലി എനിക്ക് പറഞ്ഞത് 50 DM എങ്കിലും വരാറുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്തായാലും കീം അലോട്ട്മെന്റ് രജിസ്ട്രേഷൻ മീൻസ് ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ എഞ്ചിനീയറിംഗ് ആണ് വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തേക്ക് ട്രെൻഡ് അനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ എന്ത് വരും, ഫാർമസി വരും. കാരണം ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ജൂലൈ 8-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ മീൻസ് 7-നോ 8-നോ 9-നോ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫാർമസിക്കാർക്ക് പ്രതീക്ഷിക്കാം. കൂളായിട്ടിരിക്കുക. നിങ്ങൾ +2 മാർക്കൊന്നും അപ്ലോഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതിന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പേരെടുത്ത് റിപ്പീറ്റ് ചെയ്തു, നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തു. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും വന്നു. ഇനി എന്താണ്, എത്ര റാങ്ക് ഉണ്ടെങ്കിൽ ഏതൊക്കെ കോളേജുകൾ കിട്ടുമെന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ ഇപ്പോഴും? എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടേക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീമിന്റെ എക്സ്ക്ലൂസീവ് 2026 കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. സുഖത്തിലേക്ക് കിടക്കാം. ഒരുപാട് കോളേജുകളുണ്ട്. ഏതൊക്കെ ഇപ്പോൾ ഒരുപാട് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ് ഫാർമസിയിൽ. നമ്മൾ കാണുന്ന പോലെയല്ല, ഒരുപാട് കുട്ടികൾ അല്ലാതെ സെൽഫ് ഫിനാൻസിങ് ഒക്കെ ആയിട്ട് B.Pharm-ന്റെ സീറ്റുകൾ കേരളത്തിൽ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രീ ബുക്ക് ചെയ്തവരുണ്ടാകും, ഇനി അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ പോലും നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എത്രയൊക്കെ റാങ്ക് ഉണ്ട് എങ്കിൽ ഈ ടോപ്പ് കോളേജുകളിൽ കിട്ടുമെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് എൻ്റെ മുന്നിലുള്ളത് കീമിന്റെ 2025 ഫാർമസിയുടെ റാങ്ക് കട്ട് ഓഫ് ആണ്. ജസ്റ്റ് ഞാനൊന്ന് നോട്ടിച്ച് പോകാം. ഇതിന്റെ കൂടുതൽ വീഡിയോസും ലൈവുകളും വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നമ്മുടെ കമന്റ് ബോക്സിൽ യെസ് എന്ന്, ഞാനത് പരിഗണിക്കുന്നതായിരിക്കും. സോ നോക്കാം. ഇപ്പൊ തന്നെ ഫസ്റ്റ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താണ്? ഫസ്റ്റ് അത് അതിന്റെ ടൈപ്പ് കൊടുത്തിരിക്കും, ഗവൺമെന്റ് കോളേജാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ആകെ 5 ഗവൺമെന്റ് കോളേജുകളാണ് കറക്റ്റ് അതെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ആലപ്പുഴ, ദെൻ നമ്മുടെ പരിയാരം കണ്ണൂർ വരുന്നത്, ദെൻ കോഴിക്കോട്, നമ്മുടെ കോട്ടയം, ട്രിവാൻഡ്രം. ഇത്രയും ഗവൺമെന്റ് കോളേജുകളുടെ അവസ്ഥ ഞാൻ ആദ്യം ഒന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റ്, ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് മെറിറ്റിൽ ഫാർമസിക്ക് വേണ്ടി കഴിഞ്ഞ വർഷം 2025 നിങ്ങൾക്ക് കിട്ടിയ റാങ്ക് കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 1060 ആണ്. ഇത് ഏത് ഫേസ് ആണ്? ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് 1060 നിങ്ങളുടെ ജനറൽ റാങ്കിനകത്ത് വരെ വന്ന കുട്ടിക്കാണ് അതിന്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 1060 കിട്ടിയ കുട്ടിക്ക് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ B.Pharm-ന് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ ഏറ്റവും അവസാനം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ 1053 ആണ്. പക്ഷെ കോഴിക്കോട് വരികയാണെങ്കിൽ 192 ആണ്. ഇതേ അവസ്ഥ നമ്മുടെ ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ 869 ആണ്. ഇത് ഞാൻ പറയുന്നത് ജനറൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയാണ്. ഇതേ രീതി തന്നെ നിങ്ങൾ നോക്കുക, നമ്മുടെ ആലപ്പുഴയിൽ മുസ്ലിം കാറ്റഗറി വരുമ്പോൾ അത് 1159, SC കാറ്റഗറി വരികയാണെങ്കിൽ 3758 ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് മെറിറ്റ് 869 ആകുമ്പോൾ അത് നമ്മുടെ SC കാറ്റഗറി ആകുമ്പോൾ അത് 5186 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, സാർ എനിക്ക് 2000-നകത്ത് റാങ്ക് ഉണ്ട്, എനിക്ക് കിട്ടുമോ, ഈ കോളേജ് കിട്ടുമോ, എൻ്റെ റാങ്ക് 15000 ആണ്, എനിക്ക് ആ കോളേജ് കിട്ടുമോ? അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ SC-യോ ST-യോ അല്ല എങ്കിൽ നിങ്ങളുടെ റാങ്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ റിസർവേഷൻ വേറെ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ട് എങ്കിൽ ടോപ്പ് 5000 അകത്ത് വന്നില്ല എങ്കിൽ ഗവൺമെന്റ് കോളേജ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് അനുസരിച്ച് റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് പോലും 5000-നകത്ത് റാങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ കിട്ടിയിട്ടുള്ളൂ. 4000, 3000, 5000 റേഞ്ചൊക്കെ വിത്ത് റിസർവേഷൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റിൽ ടോപ്പ് 1000 അകത്ത് വന്നാലാണ് ചാൻസ് ഉള്ളത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഗവൺമെന്റ് കോളേജുകളിൽ. പക്ഷെ അതേ സമയത്ത് തന്നെ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള മറ്റ് കോളേജുകൾ, നിരവധി കോളേജുകൾ നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ തന്നെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൗലാന കോളേജ് ഓഫ് ഫാർമസി പെരിന്തൽമണ്ണ, മലപ്പുറത്ത് വരുന്നത് KMCT വരുന്നത്, METS വരുന്നുണ്ട്, ദെൻ MGM വരുന്നുണ്ട്, MGM-ന്റെ തന്നെ പല ബ്രാഞ്ചുകൾ വരുന്നുണ്ട്, മൗണ്ട് സിയോൺ വരുന്നുണ്ട്, എലിംസ് വരുന്നുണ്ട്. സോ ഈ രീതിയിൽ നിരവധി എന്തുണ്ട് കോളേജുകളുണ്ട്. അവിടത്തെയും ഈ രീതിയിൽ നിങ്ങൾ വെച്ചാൽ സെൽഫ് ഫിനാൻസിങ് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. നിങ്ങൾക്ക് ഈ അറ്റ്ലീസ്റ്റ് ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം 12000, 13000, 20000 റാങ്ക് ഉള്ളവർക്ക് വിത്ത് റിസർവേഷൻ ഈ പല കോളേജുകളിലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എടുത്തു കഴിഞ്ഞാൽ 19000 റാങ്ക് ഉള്ളവർക്ക് പോലും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സെന്റ് ജോ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കുഴിമണ്ണം കിട്ടിയിട്ടുണ്ട്, ഐ തിങ്ക് കുഴൽമണ്ണം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഡിഫറൻസ് ആകുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ്. നിങ്ങൾ ഈ ഒരു കട്ട് ഓഫ് വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പും കോളേജുകളുടെ ലിസ്റ്റും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് തയ്യാറാക്കി വെക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ എന്തായാലും വീഡിയോയുമായിട്ടും കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ്സ് ആയിട്ടും വരുന്നതാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.